ഹായ് എല്ലാ കൂട്ടുകാർക്കും mycapture പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോപ്രോ പോലുള്ള ആക്ഷൻ ക്യാമറകൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് ഒരു ഇഷ്യൂ ആണ് എങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ബാറ്ററി ബാക്കപ്പും ബാറ്ററികളുടെ കളക്ഷനൊക്കെ ഉള്ളത് ട്രാവൽ ബ്ലോഗർക്കോ അല്ലെങ്കിൽ റൈഡിങ് ബ്ലോഗർക്കോ ഒക്കെ ആയിരിക്കും. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ബാറ്ററീസ് യൂസ് ചെയ്യേണ്ടി വരിക. അത്തരത്തിൽ ട്രാവൽ ബ്ലോഗ് ചെയ്യുന്നവർക്കൊക്കെ ആയിരിക്കും ഈ ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. കാരണം നമ്മളിടുന്ന റെസൊല്യൂഷൻ അനുസരിച്ച് തന്നെ ബാറ്ററി ബാക്കപ്പ് കുറയാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഇപ്പം നമുക്കറിയാം ഇത് ഗോപ്രോ 8 ആണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ കിട്ടുള്ളൂ. നമുക്കറിയാം ഇതിനകത്ത് വരുന്നത് ഇത്ര ചെറിയൊരു ബാറ്ററിയാണ്. ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ 1220 mAh മാത്രമേ ഈ ബാറ്ററിയിൽ വരുന്നുള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ട്രാവൽ വ്ലോഗ് ഫുള്ളായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ 2-3 ബാറ്ററി കരുതേണ്ടതായിട്ട് വരും. ഈ ഒരു ബാറ്ററിയുടെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം 2000 മുതൽ 2500 രൂപയൊക്കെ വരും. ഇപ്പോൾ ഈ ബാറ്ററി അവൈലബിൾ ആയിട്ടും ഇല്ല, കാരണം ഓൾഡ് മോഡലായില്ല. അപ്പം ബാറ്ററിയുടെ സ്റ്റോക്കും ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് മിക്കുള്ള സൈറ്റുകളിലും. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരു ബാറ്ററിക്ക് ഏകദേശം 2500 രൂപ വരും. ഇതിൻ്റെ MAH എന്ന് പറഞ്ഞാൽ വെറും 1220 mAh വരുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിത് വാങ്ങുന്നതുകൊണ്ട് ഒരു വെർത്തായിട്ടുള്ള രീതിയിൽ എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ മറ്റെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കി. അപ്പോഴാണ് എനിക്ക് ഒരു പവർ ബാങ്ക് പോലൊരു സാധനം കിട്ടിയത്. ഇതാണ് ഉലാൻസി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ BG3 പവർ ബാങ്ക് ഹാൻഡ് ഗ്രിപ്പ് എന്ന് പറയുന്നത്. ഏകദേശം 2 ബാറ്ററിയുടെ എമൗണ്ട് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. പക്ഷേ ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 10000 mAh വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് യാതൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും വരുന്നില്ല. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഈ പവർ ബാങ്കിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഒരു സൈഡ് ഡോറും കൂടെ വാങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ പവർ ബാങ്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ഗോപ്രോയ്ക്ക് വേണ്ടി മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഫോണും എല്ലാം ചാർജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതുപോലെ ബോക്സ് സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാം. ഇത് ഇത്രയും സാധനങ്ങളാണ് വന്നിരിക്കുന്നത്. ഈ മാനുവലിൽ കുറച്ച് അഴുകൊക്കെ പറ്റി ഇരിപ്പുണ്ട് ഗൈസ്, നമുക്ക് പ്രശ്നമില്ല. ഇതാണ് ആ ഹാൻഡ് ഗ്രിപ്പ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് വേറെ എന്തൊക്കെ വരുന്നത് നോക്കാം. പിന്നെ ഒരു ട്രൈപോഡ് കണക്ക് ചെറിയൊരു സ്റ്റാൻഡ് വരുന്നുണ്ട്, നമുക്ക് അടിയിൽ സ്ക്രൂ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു USB-C ടൈപ്പ് കേബിൾ വരുന്നുണ്ട്. ഇതെന്താ ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സാധനം. ഒരുവിധം ക്വാളിറ്റി ഉള്ളൊരു കേബിളാണ്. ഒരു C ടൈപ്പ് കേബിൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അടിയിൽ വെക്കാനുള്ള ഒരു ട്രൈപോഡ് കണക്കൊരു സാധനം വരുന്നുണ്ട്. ഇതിലേക്ക് ഇങ്ങനെ സ്ക്രൂ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇത്തരത്തിൽ ഒരു മിനി ട്രൈപോഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വെയിറ്റ് വലിയൊരു വെയിറ്റ് ആയിട്ടില്ല, കുഴപ്പമില്ല.
ഇതിൽ വന്നിരിക്കുന്നത് 10,000 mAh ആണ്. കണ്ടില്ലേ? ഇൻപുട്ട് എന്ന് പറയുന്നത് 5 വോൾട്ട് 2 ആംപ് ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 വോൾട്ട് 2.4 ആംപ് ആണ്. അതേപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു C ടൈപ്പ് പോർട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിലും ഒരു USB A ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ GoPro ആയിട്ട് കണക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പിന്നെ ഇത് GoProയിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ വേണം. നമുക്കിതാ ഇത്തരത്തിലുള്ള ഒരു ഹെഡ് വാങ്ങേണ്ടതായിട്ടുണ്ട്, ഒരു മൗണ്ട് വാങ്ങേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ GoProയുടെ C പോർട്ട് ആക്സസ് ചെയ്താലേ നമുക്ക് പവർ ബാങ്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു സൈഡ് ഡോറും മേടിക്കണം. ഇതും ഉലാൻസി എന്ന് പറയുന്ന ബ്രാൻഡിനെയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതാ ഇത്തരത്തിൽ ഇതിൽ സ്ക്രൂ ചെയ്ത് വെക്കുക. കണ്ടില്ലേ? ഇത് നമ്മുടെ GoProയുടെ സൈഡ് ഡോർ നമ്മൾ ഊരിയെടുക്കുക. അതായത് ഇത്തരത്തിൽ നമുക്ക് സൈഡ് ഡോർ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ മേലോട്ട് പൊക്കി കൊടുത്താൽ മതി, നമുക്ക് സൈഡ് ഡോർ ഓപ്പൺ ആക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ വാങ്ങിയ ഈ ഉലാൻസിയുടെ സൈഡ് ഡോർ നമുക്ക് ഇതേ ഫിക്സ് ചെയ്യാം. നമുക്ക് ഈ C പോർട്ട് ആക്സസ് ചെയ്യേണ്ടിട്ട് വരും. നമുക്ക് പവർ ബാങ്ക് കണക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വാങ്ങിയ മറ്റേ സൈഡ് ഡോർ നമ്മൾ ഇതിലേക്ക് വെച്ച് ഫിക്സ് ചെയ്യാനായിട്ട് പോവാണ്. വെച്ച് ലോക്ക് ആകുമ്പോൾ കണ്ടില്ലേ, നമുക്ക് ഈ സൈഡ് ഡോർ ഇതിലൂടെ നമ്മുടെ USB C പോർട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വെച്ചത് ഫിക്സ് ചെയ്യുക. നമ്മുടെ GoProയിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇത് നമുക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കേബിൾ കുത്തിയിട്ട് കുറച്ച് ഹാർഡായിട്ട് തോന്നി. അപ്പോൾ നമ്മുടെ GoProയുടെ കേബിൾ തന്നെ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഈ USB A പോർട്ടിലേക്ക് കണക്ട് ചെയ്തു. ശേഷം C പോർട്ട് എടുത്ത് C പോർട്ടിലേക്ക് കുത്തി. അപ്പോൾ തന്നെ ഇതിനകത്ത് ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിനകത്തിപ്പോൾ 2 LED ലൈറ്റാണ് കത്തിയിട്ടുള്ളത്. നമ്മളിത് വാങ്ങിയിട്ട് ചാർജ് ചെയ്തിട്ടില്ല, ഇപ്പോൾ അൺബോക്സ് ചെയ്തതല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. GoPro ഓൺ ആയിട്ടുണ്ട്. ഇത്തരത്തിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. കണ്ടില്ലേ, ഇതിൽ നോ ബാറ്ററി എന്നാണ് കാണിക്കുന്നത്. കണ്ടില്ലേ, നമുക്ക് ഇത് വെച്ച് സ്മൂത്ത് ആയിട്ട് നമുക്ക് വ്ലോഗ് ചെയ്യാം. ഈ കേബിള് ഒരു ഇഷ്യൂ ആണെന്ന് ചോദിച്ചാൽ ഒരു ഇഷ്യൂ ആണ്. എന്നിരുന്നാലും നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുക, അതാണല്ലോ പ്രധാനം. അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇതൊരു വലിയ യൂസാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു ചെറിയ ബാറ്ററി, GoProയുടെ ഒറിജിനൽ ബാറ്ററി ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ഹീറോ 8-ൻ്റെയൊക്കെ ഇപ്പം ഒരു സൈറ്റിലും കിട്ടാനില്ല. ഉള്ള സൈറ്റിൽ വില കൂട്ടിയിട്ടേക്കാണ്, 2,500 രൂപയ്ക്കാണ് കാണിച്ചേക്കുന്നത്. ഇത്തരത്തിൽ ഒരു ബാറ്ററി വാങ്ങിയാൽ നമുക്ക് 1220 mAh മാത്രമേ കിട്ടത്തുള്ളൂ. ആ സ്ഥാനത്ത് 2 ബാറ്ററിയുടെ ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരു പവർ ബാങ്ക് ഹാൻഡ് ഗ്രിപ്പ് കിട്ടും. ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇതിനകത്ത് 10,000 mAh പറയുന്നെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 6,500 mAh വരെ കിട്ടും. അത്തരത്തിൽ നമുക്കൊരു 3-4 ബാറ്ററിയുടെ പ്രയോജനം ചെയ്യരുത്. നമുക്ക് കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യാം. ബാറ്ററി അകത്ത് കിടന്ന് ഹീറ്റ് ആവുന്ന ഇഷ്യൂ കുറയും. അത്തരത്തിൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് വരാൻ പോകുന്ന ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഡോർ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ്. നമുക്ക് ക്യാമറ വാട്ടർ പ്രൂഫ് ആയിരിക്കില്ല. എങ്കിലും നമുക്ക് അത്യാവശ്യം എല്ലാം ഷൂട്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റും. നമുക്ക് ഇത് വെച്ചൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഹായ്, ഇത് നമ്മുടെ GoPro വെച്ചിട്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ക്വാളിറ്റി, അതായത് നമ്മൾ ഇതിനകത്ത് ബാറ്ററി ഇടാതെ ഉലാൻസിയുടെ ഈ പവർ ബാങ്ക് വെച്ചിട്ടുള്ള നമ്മൾ ഈ GoProയിൽ റെക്കോർഡ് ചെയ്ത് നോക്കുകയാണ്. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഇതിപ്പോൾ ഇച്ചിരി വലിപ്പം കൂടുതലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5000 mAh മറ്റൊരു പവർ ബാങ്ക് വരുന്നുണ്ട്. ഏകദേശം നമ്മുടെ സാധാ GoProയുടെ ഈ കുഞ്ഞ് ട്രൈപോഡിന്റെ അത്രയും വലിപ്പമേ വരുള്ളൂ, ഇത്രയും ലെങ്തേ വരുള്ളൂ. അതും വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. വൃത്തിയായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് തോന്നുന്നത്. കാരണം അതിനും ഏകദേശം ഈ പറയുന്ന ഒരു ബാറ്ററിയുടെ പ്രൈസോളെ ആവുന്നുള്ളൂ. നമുക്ക് 5000 mAh കിട്ടുകയും ചെയ്യും. ഇത്തരത്തിൽ നോക്കുമ്പോൾ അത് വൃത്തിയായിട്ടൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതെല്ലാം ചൈനീസ് പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇതിന്റെ ബോക്സ് ഉൾപ്പെടെ ഒരു 486 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. അപ്പം നോക്കുമ്പോൾ ഇതിനൊരു 400 ഗ്രാമോളം വെയിറ്റ് വരും.
350 ഗ്രാമോളം വെയിറ്റ് വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇതിൽ നമുക്ക് ഗോപ്രോ മാത്രമല്ല, നമുക്ക് എന്ത് സാധനവും ചാർജ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഫോൺ വേണമെങ്കിൽ ചാർജ് ചെയ്യാം, എല്ലാം ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഇത് രണ്ട് പോർട്ടിലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് രണ്ടും വെച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ സി ടൈപ്പ് നമ്മുടെ കയ്യിൽ ഉള്ളെങ്കിൽ അതും യൂസ് ചെയ്യാനായിട്ട് പറ്റും. എ ടൈപ്പ് ടു സി ടൈപ്പ് ഉള്ളെങ്കിൽ അതും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എങ്ങനെ നോക്കിയാലും ഒരു നല്ല ഗുഡ് പ്രോഡക്റ്റ് ആണ്. നമ്മൾ മറ്റേ ഉത്തരാഖണ്ഡ് ട്രിപ്പ് പോയ സമയത്ത് ഞാൻ 2-3 ബാറ്ററിയാണ് ബാക്കപ്പ് വെച്ചിരുന്നത്. ഒരു പവർ ബാങ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പവർ ബാങ്ക് അല്ല, നോർമൽ പവർ ബാങ്ക്. അപ്പോഴേ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ഔട്ട് ആയി പോകുന്ന ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ നല്ല ചൂടുള്ള ടെമ്പറേച്ചറിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ഔട്ട് ആയി പോകാറുണ്ട്. അത് മാത്രമല്ല, ഇത് യൂസ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഇഷ്യൂ ഒന്നും വരത്തില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലുള്ള കണ്ടീഷനിലാണ് നമുക്ക് ഇതുപോലുള്ള പവർ ബാങ്ക് യൂസ് ആയിട്ട് വരുന്നത്. ഇതേപോലെ തന്നെ 5000 mAh ചെറിയൊരു പവർ ബാങ്കും വരുന്നുണ്ട്. അതും വൃത്തിയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ ബാറ്ററി മേടിക്കുന്നത് വെച്ച് നോക്കാം. പ്രത്യേകിച്ച് ഇതേപോലുള്ള 7, 8 ആ തരത്തിലുള്ള പഴയ ഗോപ്രോസോ അല്ലെങ്കിൽ അതുപോലുള്ള ആക്ഷൻ ക്യാമറസ് യൂസ് ചെയ്യുന്നവർക്കാണ് ഇത് വളരെ ഉപകാരപ്പെടുക. കാരണം നമുക്ക് ബാറ്ററി പിന്നീട് അവൈലബിൾ ആയിട്ട് കിട്ടില്ല. നമ്മുടെ ക്യാമറ വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് ബാറ്ററി വാങ്ങാനായിട്ടുള്ള ഓപ്ഷൻ പിന്നെ ഇല്ല. ഉള്ള ബാറ്ററിക്ക് അവർ ഹൈ പ്രൈസ് ആയിരിക്കും ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി ബാറ്ററീസ് നമുക്ക് വളരെ നല്ല ക്വാളിറ്റി ഉള്ള ബാറ്ററീസ് ഒന്നും ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല. അത്തരത്തിൽ നോക്കുമ്പോൾ ഇത് ഒരു വെർത്തി പ്രോഡക്റ്റ് ആയിട്ടായിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് ഉപയോഗിച്ച് നോക്കിയാലേ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് റിവ്യൂ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളുക. ഇത് വാങ്ങാനുള്ള ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതുപോലെ തന്നെ ഈ ആക്സസറീസിൻ്റെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വാങ്ങേണ്ടവർ അവിടെ ചെന്ന് വില ചെക്ക് ചെയ്ത് വാങ്ങിക്കൊള്ളുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.